ഇന്ത്യയിലെ ജനതാ കർഫ്യൂ കഴിഞ്ഞ് ഇന്ത്യയിലുള്ളവർ റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. അമേരിക്കയിലുള്ളവർക്കും ഈ ഞായറാഴ്ച പുതിയൊരു അനുഭവമാണ്. ഇന്ന് ഇവിടെ പള്ളികളൊന്നുമില്ല, എല്ലാം അടച്ചിരിക്കുകയാണ്. ഒരു നവലോക ക്രമത്തിലേക്ക് മാറുകയാണ്. ഈ കൊറോണയ്ക്ക് ശേഷമുള്ള ലോകം, പോസ്റ്റ് കൊറോണ വേൾഡ് വിൽ നെവർ ബി ദ സെയിം. ലോകം മാറുകയാണ്, ചിന്തകളിലും മനോഭാവങ്ങളിലും. രണ്ടാം ലോകമഹായുദ്ധം യൂറോപ്പിനെ മാറ്റിമറിച്ചു. ലോകയുദ്ധത്തിന് മുമ്പുള്ള യൂറോപ്പും ലോകയുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പും എൻറ്റയർലി ഡിഫറൻ്റ് ആയി. ലോകയുദ്ധത്തിന് മുമ്പുള്ള യൂറോപ്പിന്റെ പഴയ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതിൽ സ്ത്രീകളൊക്കെ ലജ്ജാശീലരായി ഹാറ്റ് ധരിച്ചവരും ഫുൾ സ്ലീവ് ഗൗൺ ഇട്ടവരും നിലമുട്ടി എഴയുന്ന നീളൻ പാവാട ഇട്ടവരും അട്ട സ്ത്രീകളെയാണ് കാണുന്നത്. അതിന് മുകളിൽ ഓവർകോട്ട് ധരിച്ചവരും ഒക്കെയായി. യുദ്ധാനന്തരമുള്ള സ്ത്രീകളുടെ വസ്ത്രം മുട്ടിന് മുകളിലേക്ക് പോയി. പിന്നെ വസ്ത്രം ചുരുങ്ങി ചുരുങ്ങി വന്നു. അവരുടെ മനോഭാവങ്ങളിൽ മാറ്റം വന്നു. ലോകയുദ്ധങ്ങൾ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ലോകം മറ്റൊരു ലോകമായിരുന്നു. യൂറോപ്പ് അതിതീവ്ര മതഭക്തിയും ക്രിസ്ത്യാനിറ്റിയുടെ കളിത്തൊട്ടിലുമൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ തെറ്റായ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു. അതുകൊണ്ട് ലോകയുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ വ്യാപകമായി വിശ്വാസം ജനം ഉപേക്ഷിച്ചു. അതിതീവ്ര മതഭക്തിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പഴയ ചിത്രങ്ങൾ കാണുമ്പോൾ സ്ത്രീകൾ, ഇന്നത്തെ ഇസ്ലാമിക രാജ്യങ്ങളിലെ സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ തന്നെയാണ് യൂറോപ്പിലെ സ്ത്രീകളും വസ്ത്രം ധരിച്ചിരുന്നത്. ശരീരഭാഗങ്ങളൊന്നും പുറത്തു കാണാതെ ഫുൾ സ്ലീവുള്ള ഉടുപ്പുകളും നിലമുട്ടി എഴയുന്ന പാവാടകളും ഒക്കെ ഇട്ടാണ് അവരിരിക്കുന്നത്. പഴയ ചിത്രങ്ങൾ നിങ്ങൾ നോക്കുക. അതിലുപരി തലയിൽ തൊപ്പിയും ഒക്കെ വെച്ച് കുലീന സ്ത്രീകളെ നടക്കുന്ന കാണാം. ആ കാലഘട്ടങ്ങളിൽ മേശയ്ക്ക് വിരിയിടുമായിരുന്നു യൂറോപ്പിൽ. അതിനവർ പറഞ്ഞിരുന്ന ന്യായം, തീൻമേശയ്ക്ക് വിരിപ്പിടുന്നത് മേശയുടെ ഉരുണ്ട കാലുകൾ കണ്ടാൽ പുരുഷന്മാർക്ക് ലൈംഗിക ചോദനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാലുകൾ മറയ്ക്കുവാൻ, അതുകൊണ്ടാണ് ഈ തീൻമേശയ്ക്ക് വിരിയിടുമ്പോൾ ഈ 4 കോർണറും ഇങ്ങനെ താന്ന് കിടക്കുന്നത്. ആ കാലുകൾ കാണാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ശ്രദ്ധയുള്ള ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു രീതിയാണ്. യുദ്ധം കഴിഞ്ഞപ്പോൾ മേശയുടെ വിരിപ്പല്ല, സ്ത്രീകളുടെ വസ്ത്രം തന്നെ മാറിപ്പോയി. സ്ത്രീകൾ ജോലിക്ക് ഇറങ്ങേണ്ടി വന്നു. പുരുഷന്മാരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് സംഭവിച്ചു. സ്ത്രീകൾക്ക് പുരുഷന്മാരെ കിട്ടാതെയായി. പുരുഷന്മാരെ സമ്പാദിക്കുവാനുള്ള മത്സരത്തിൽ സ്ത്രീകൾക്ക് അല്പവസ്ത്രധാരികളും വിവസ്ത്രകളും ഒക്കെയായി മാറേണ്ടി വന്നു. സ്ത്രീകൾ ജോലിക്കായി ഇറങ്ങേണ്ടി വന്നു, മത്സര രംഗത്തേക്ക് വന്നു, പൊതുരംഗത്തേക്ക് വന്നു. ദൈവവിശ്വാസം ശോഷിച്ചു. ആ സമയത്ത് വ്യാപകമായി യൂറോപ്പിൽ പ്രസംഗിക്കപ്പെട്ടു, വെളിപ്പാട് പുസ്തകത്തിലെ മഞ്ഞക്കുതിര ഇറങ്ങിയിരിക്കുന്നതാണ്, മുദ്ര പൊട്ടിച്ചിരിക്കുന്നു, കർത്താവിന്റെ വരവ് സമീപമാണ്, ഉടൻ വരുന്നു. ആ കാലഘട്ടത്തിലുള്ള ധാരാളം ആളുകൾ വലിയ പ്രത്യാശയിൽ, വലിയ വിശ്വാസത്തിൽ, തീവ്രമായ മതഭക്തിയിലൊക്കെ മുഴുകിയെങ്കിലും അവരുടെ മക്കളുടെ കാലമായപ്പോൾ അത്ര പ്രത്യാശയോടെ ഇരുന്ന തങ്ങളുടെ മക്കൾ, യുദ്ധത്തിന്റെ കെടുതികളിലൂടെ കടന്നു വന്ന ജനം, അവർ പ്രതീക്ഷിച്ച മശിഹ വന്നില്ല. പിന്നീട് വന്ന തലമുറ ക്രിസ്ത്യവിശ്വാസത്തെ പുച്ഛിച്ചു തള്ളി, പുറംകാലിന് തൊഴിച്ചു. യൂറോപ്പിൽ വ്യാപകമായി പള്ളികൾ അടച്ചുപൂട്ടി, വിൽപ്പനയ്ക്ക് വെച്ചു. റോങ് ഗോസ്പൽ, റോങ് തിയോളജി പ്രസംഗിച്ചതുകൊണ്ടാണ്. അതാണ് കേരളത്തിൽ കഴിഞ്ഞ 100 വർഷമായി പെന്റക്കോസ്തുകാർ പ്രസംഗിച്ച് നടക്കുന്നത്, ബ്രദറൻകാർ പ്രസംഗിച്ച് നടക്കുന്നത്. റോങ് തിയോളജിയാണ്, റോങ് ഗോസ്പലാണ്. റോങ് തിയോളജി, ഞാനതുകൊണ്ടാണ് കഴിഞ്ഞ 2 വർഷമായി നിരന്തരം ഗ്ലോറിയസ് ഗോസ്പൽ പറഞ്ഞുകൊണ്ട്, ഈ റോങ് ഗോസ്പലുമായിട്ട് പോയാൽ കേരളത്തിൽ ക്രിസ്ത്യവിശ്വാസം ഇല്ലാതെയാവും. എന്നെ ആളുകൾ കളിയാക്കി. അടച്ചിരുന്ന മുറിയിൽ നിന്ന്, AC മുറിയിൽ ഇരുന്ന്, ഇവിടെ AC ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, അതായത് അടച്ച മുറിയിൽ നിന്ന് ഞാനതിന് ന്യായം പറഞ്ഞായിരുന്നു. നമുക്ക്
മുറി തുറന്നിടാൻ പറ്റത്തില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിലായിരിക്കും അങ്ങനത്തെ സംസ്കാരമുള്ളത്, തുറന്നിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീട് അടച്ചിടുന്ന ഒരു കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് വന്നതുകൊണ്ട് വീട് അടച്ചിടും. കുറെ ആളുകളുണ്ട് എന്നെ അപഹസിച്ചവർ. എവിടെ പോയി എല്ലാവരും? ഇന്ന് എല്ലാവരും ലൈവ് ആയിരുന്നല്ലോ, ലൈവോട് ലൈവ്. മനസ്സിലായോ? എവിടെ നിങ്ങൾ? എവിടെ നിങ്ങളെല്ലാവരും ഇരുന്ന് ലൈവ് ചെയ്യായിരുന്നു. എന്നെ വിളിച്ച് ചോദിക്കുന്നു ഞായറാഴ്ച ഇന്ന് പാസ്റ്റർ ഏത് പള്ളിയിലാണ് പോയത്? ഞാൻ ചോദിക്കും ഇന്ന് നീ ഏത് പള്ളിയിലാണ് പോയത്? ഏത് പള്ളിയിലാണ് പോയത്? ഗ്ലോറിയസ് ഗോസ്പൽ. അതിന് മാത്രമേ ഭാവിയുള്ളൂ, അതിന് മാത്രമേ പ്രിവെയിൽ ചെയ്യാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന ഈ പനി കഴിയുമ്പോൾ വീണ്ടും പഴയ പരിപാടിയായിട്ട് ഇറങ്ങാമെന്ന് ഒന്നും നടക്കത്തില്ല. ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മുഴുവൻ മാറുകയാണ്. പ്രളയം വന്നിട്ട് പ്രളയത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് ഗ്ലോറിയസ് ഗോസ്പൽ അവതരിപ്പിച്ചത്. നിങ്ങൾ മാറാത്തൊരു കൊറോണ നിങ്ങളെ മാനസാന്തരപ്പെടുത്തും. കൊറോണ കുറെ പേർക്ക് ജ്ഞാനസ്നാനം കൊടുക്കും, എന്ന് പറഞ്ഞാൽ ബോധോദയം ഉണ്ടാകും. ഗ്ലോറിയസ് ഗോസ്പലിന്റെ പ്രഘോഷണം കൊണ്ട്, നിരന്തരമായ പ്രഘോഷണം കൊണ്ട് ബുദ്ധി കേന്ദ്രം തുറക്കപ്പെടാത്തവർക്ക് നിങ്ങളുടെ ബുദ്ധി കേന്ദ്രത്തെ തുറപ്പിക്കുവാനാണ് കൊറോണ വന്നത്. എവിടെ പോയി നിങ്ങളുടെ ലീഡേഴ്സ്, അത്ഭുത പ്രവർത്തകർ? എവിടെ പോയി? 40 ദിവസം കൊട്ടിഘോഷിച്ച് ഉപവാസം വെക്കുമെന്ന് പ്രഖ്യാപിച്ചവൻ എവിടെ പോയി? അപ്പോൾ അവന് ദൈവവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡേറ്റ് വെച്ച് നോട്ടീസ് അടിച്ചില്ലേ? കോട്ടയത്ത് 40 ദിവസം ഉപവാസമാണ്. എന്നിട്ട് എവിടെ പോയി? ദൈവത്തോട് ചോദിച്ചിട്ടാണോ ദൈവം പറഞ്ഞിട്ടാണോ? എവിടെ പോയി? ഇനി ഇത് കഴിയുമ്പം വരും വീണ്ടും ശാപം മുറിക്കാൻ. ഇതിലും വലിയൊരു ശാപം എന്നാണ് വരാനുള്ളത്. ഇപ്പോൾ എവിടെ ശാപവിമുക്തി ശുശ്രൂഷ? എന്തുകൊണ്ട് ശാപം മുറിക്കുന്നില്ല? ഈ ലോകത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഈ ശാപം മുറിക്ക്. ശാപം വിമുക്തി ഉണ്ടാക്കൂ. സുഖമായിട്ടിരിക്കുമ്പോൾ, പ്രശ്നങ്ങളില്ലാതിരിക്കുമ്പോൾ ആളെ കൂട്ടി അഭ്യാസം കാണിക്കാൻ കഴിയും. അതല്ല യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് കഴിഞ്ഞ 2 വർഷമായി ഈ ലൈവുകളിലൂടെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേഴ്സുമാർ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവിടം തേടിയാണ് കേരളത്തിൽ നിന്നുള്ള അത്ഭുത പ്രവർത്തകർ സഞ്ചരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള അത്ഭുത പ്രവർത്തകർ സുവിശേഷത്തിന്റെ ബന്ധനം നിമിത്തം, സുവിശേഷത്തോടുള്ള താല്പര്യം നിമിത്തം പുറപ്പെടുകയാണ്. ഞാൻ എത്രയോ പ്രാവശ്യം ചോദിച്ചു, പഴയ ലൈവുകളിൽ ചോദിച്ചു, നിങ്ങളുടെ തൊട്ടടുത്ത് എത്ര രാജ്യങ്ങളുണ്ട്? വിസ വേണ്ടാത്ത രാജ്യങ്ങളുണ്ട്. ഓസ്ട്രേലിയ വിസ കിട്ടിയില്ല, പ്രാർത്ഥിക്കണം. ഇംഗ്ലണ്ടിൽ UK വിസ കിട്ടിയില്ല, പ്രാർത്ഥിക്കണം. അമേരിക്കൻ വിസയ്ക്ക് പോകുന്നുണ്ട് പാസ്റ്റർ, പ്രത്യേകം പ്രാർത്ഥിക്കണേ, ഓർത്തോണേ, ഒന്ന് താങ്ങിക്കോണേ. 21 ദിവസം ഉപവാസമാണ്. എന്തിനാണ്? അമേരിക്കൻ കോൺസുലേറ്റിൽ പോകുന്നു. അപ്പൊ സുവിശേഷ നിമിത്തം 81 രാജ്യങ്ങളിൽ പോകാൻ വിസ വേണ്ട. നേപ്പാളിൽ പോകുന്നുണ്ടോ? ശ്രീലങ്കയിൽ പോകുന്നുണ്ടോ? ബർമയിൽ പോകുന്നുണ്ടോ? എത്ര രാജ്യങ്ങൾ അടുത്തടുത്തുണ്ട്. ആരും അവിടേക്കൊന്നും പോകുന്നില്ല. അപ്പൊ കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാർ ഏതെല്ലാം വിദേശ രാജ്യങ്ങളിലുണ്ടോ അവിടേക്കാണ് പോകുന്നത്. പ്രവചനം, ദൂത്, ഭാഗ്യനിർഭാഗ്യങ്ങളെ പറയുന്ന, ഇവരെ സ്വീകരിച്ച് ഇവരുടെ ദൂതുകൾ കേട്ട നേഴ്സുമാർ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? കൊറോണയുടെ യുദ്ധമുഖത്ത് നിങ്ങളെ കൈവിട്ടിട്ട് അവരെല്ലാം അപ്രത്യക്ഷരായി, സുരക്ഷിത താവളങ്ങൾ തേടി പോയി കഴിഞ്ഞു. ഒരു പ്രവാചകനുമില്ല ഭാഗ്യനിർഭാഗ്യം പറയുവാൻ. ഒരു പ്രവാചകനുമില്ല. ഇത് വ്യാജമാണ്. ഇത് സ്പിരിച്വാലിറ്റി അല്ല. ഇപ്പൊ ഫേക്ക് സ്പിരിച്വാലിറ്റിയെ ഇറാഡിക്കേറ്റ് ചെയ്യുവാൻ ഈ കൊറോണയുടെ വ്യാപനത്തിന് സാധിച്ചെങ്കിൽ അത് കൊറോണയുടെ ഒരു ഗുണമാണ് എന്ന് നമുക്ക് പറയാം. ഇനിയെങ്കിലും നിങ്ങളുടെ ബോധകേന്ദ്രം തുറക്കപ്പെടട്ടെ. യഥാർത്ഥമായതും വ്യാജമായതും തമ്മിൽ തിരിച്ചറിയുക. യഥാർത്ഥമായതും വ്യാജമായതും തമ്മിൽ തിരിച്ചറിയുക. വാട്ട് ഈസ് ട്രൂ സ്പിരിച്വാലിറ്റി? വാട്ട് ഈസ് ട്രൂ ഗോസ്പൽ? കർത്താവിന് വേണ്ടി ധീരന്മാരായി നിൽക്കുന്ന എല്ലാവരും തന്നെ മുങ്ങിക്കഴിഞ്ഞു. കാരണം അവർക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ ബുദ്ധി കേന്ദ്രം തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. സുബോധമുണ്ടാകട്ടെ എന്ന് ആശിക്കുന്നു. നമ്മുടെ വായനാ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം.
നോയമ്പിൻ്റെ അഞ്ചാമത്തെ ആഴ്ചയാണ്. അഞ്ചാമത്തെ ആഴ്ചയുടെ അഞ്ചാമത്തെ തിങ്കളാഴ്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ആദ്യത്തെ വായനാ ഭാഗം ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 8 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 8 മുതൽ 18 വരെ. ചില ആളുകൾ അതിനിടയ്ക്ക് ഈ പ്രവചനം നടത്തി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 2020 ഇങ്ങനെ ഇത് വരും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. അത് പല ആളുകളും പറഞ്ഞു. 2020 ഒരു എപ്പിഡമിക്ക് ധാരാളം ആളുകൾ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 1920-ലും 1820-ലും 1720-ലും 1620-ലും എല്ലാം ഇത്തരം പകർച്ചവ്യാധികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ നൂറ്റാണ്ടിൻ്റെയും 20-ാമത്തെ വർഷം ഒരു പകർച്ചവ്യാധി ഉണ്ടാകും എന്ന് ലോകത്തുള്ള ധാരാളം ആളുകൾ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം വെച്ച് ഓരോരുത്തരും പ്രവചിച്ചിട്ടിരുന്നു, ഇനി ഒത്താൽ ഒക്കട്ടെ എന്ന് കരുതി. അപ്പം ആ വീഡിയോ ക്ലിപ്പുകളൊക്കെയാണ് ഇത് പൊക്കിക്കൊണ്ടുവരുന്നത്. അല്ലാതെ ആ പ്രവചനത്തിനൊന്നും വലിയ അർത്ഥമില്ല. ഇനി പ്രവാചകന്മാർ കൃത്യമായിട്ട് പ്രവചിക്കുകയാണെങ്കിൽ ഈ കൊറോണ എന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്നും അതിനോടകം എത്ര പേർ മരിക്കുമെന്നും കൃത്യമായിട്ട് ഇപ്പോൾ പ്രവചിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും ആൾ യഥാർത്ഥ പ്രവാചകനാണ്. അതുകൊണ്ട് വലിച്ചു കെട്ടി ഒപ്പിക്കാൻ വേണ്ടി ഈ 2020-ൽ 2019 ഡിസംബറിലും 2020 ജനുവരിയിലുമായിട്ട് ഈ വർഷത്തെ ഗ്രേറ്റ് ഔട്ട് പോറിംഗ് ആണ് എന്നാണ് പ്രവാചകന്മാർ കൂടുതലും പറഞ്ഞത്. പെന്റക്കോസ്റ്റ് പ്രോഫറ്റ്സ് കൂടുതലും പറഞ്ഞത് ദ ഇയർ ഓഫ് ഗ്രേറ്റ് ഔട്ട് പോറിംഗ് ആൻഡ് ഗ്രേറ്റ് റിവൈവൽ. യെസ് സർ, റിവൈവലാണ്. ആളുകളെല്ലാം ലോകം മൊത്തം റിവൈവലായി, എല്ലാവരും ഉണർന്നു. ഗ്രേറ്റ് ഔട്ട് പോറിംഗ് തന്നെയാണ്, പക്ഷേ രോഗത്തിന്റെ ഔട്ട് പോറിംഗ് ആണെന്നേ ഉള്ളൂ. നിങ്ങൾ ഉദ്ദേശിച്ച അനോയിന്റിങ് അല്ലായിരുന്നു, ബാധയുടെ അഭിഷേകമാണ്. ഒരാളും പ്രവചിച്ചില്ല, ആർക്കും മനസ്സിലായി. അപ്പൊ ഇത്ര വലിയൊരു ദുരന്തത്തെ മുൻകൂട്ടി കാണുവാനോ പ്രവചിക്കുവാനോ കഴിയാത്ത ആളുകളെ നിങ്ങൾ ഈ ബാധ മാറിക്കഴിയുമ്പോൾ വീണ്ടും നിങ്ങളുടെ വീടുകളിലും സഭകളിലും വിളിച്ച് പ്രവചനം കേൾക്കാനിരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് നമ്പർ 1 ഇഡിയറ്റ്. ഞാൻ ഈ ഗ്ലോറിയസ് ഗോസ്പൽ കേരളത്തിൽ പരസ്യമായി പ്രസംഗിച്ചത് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷമാണ്. അന്ന് ഞാൻ പെന്റക്കോസ്തുകാരെ ഇഡിയറ്റ്സ് എന്ന് വിളിച്ചതിന് എനിക്ക് വ്യാപകമായ പ്രതിഷേധം ഉണ്ടായി. എൻ്റെ ഇവിടെ ഹ്യൂസ്റ്റണിൽ ഞാൻ പോയിക്കൊണ്ടിരുന്ന പെന്റക്കോസ്റ്റ് സഭയിലെ ആളുകൾക്കൊക്കെ വലിയ ഇടർച്ചയായിരുന്നു. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, നിങ്ങൾ തന്നെയാണ് ഇഡിയറ്റ്സ്. ഒന്നാം തരം നമ്പർ 1 916 ഇഡിയറ്റ്സ്. മനസ്സിലായോ? കാരണം ഇതൊന്നും പറയാൻ കഴിയാത്ത, ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു. ഞാൻ ന്യൂജേഴ്സിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ പ്രസിദ്ധ പ്രവാചകൻ അവിടെ അടുത്തൊരു വീട്ടിൽ വന്നു. അപ്പൊ അവിടെ നിന്ന് എന്നെ വിളിച്ചത് ഇന്നടത്ത് ഇന്ന വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ സമയത്ത് ഫ്ലോറിഡയിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അവിടെയൊന്നും ഇല്ല, ഫ്ലോറിഡയിലാണ്. അപ്പൊ വലിയ പ്രവചനങ്ങൾ അവിടെ നടത്തി, ആളുകൾക്കൊക്കെ വലിയ സന്തോഷമായി. ഞാൻ ഫ്ലോറിഡയിൽ നിന്ന് തിരിച്ചു വന്ന 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പ്രവചനം നടത്തിയ വീട്ടിലെ ആള്, ചെറുപ്പക്കാരനായ ഗൃഹനാഥൻ, ദാരുണമായ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടു. ആള് മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പം ഈ ഫാമിലിയോടൊപ്പം ഈ പ്രവാചകൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ പ്രവചനങ്ങളൊക്കെ ഒരാഴ്ച മുമ്പ് നടത്തുകയാണ്, പക്ഷെ ഇത്രയും വലിയൊരു ദുരന്തം എന്ത് ചെയ്യുന്നില്ല, അവിടെ പ്രവചിച്ചില്ല. പിന്നെ എന്തു പ്രവചിച്ചിട്ടാ കാര്യം? എന്നെ ദുഃഖിപ്പിച്ച കാര്യം അതല്ല. ആ മരണം കഴിഞ്ഞ് ഒരു 8 മാസം കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് കോൾ വന്നു. അതേ വീട്ടിൽ ഇതേ പ്രവാചകന്റെ മീറ്റിംഗ് ആണ്. വീണ്ടും വിഡ്ഢികളായ പെന്തക്കോസ്തുകാർ ദൂത് കേൾക്കാൻ അവിടെ കൂടിയിട്ടുണ്ട്. എന്തു ദൂതാടാ നിനക്ക് കേൾക്കേണ്ടത്? ആ വിധവയായ ചെറുപ്പക്കാരിയായ വിധവയും കുഞ്ഞും പിന്നെ ഇരുന്നത് കേൾക്കുകയാണ്. വിഡ്ഢികളെ, പമ്പര വിഡ്ഢികളെ, നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാറായില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി. മനസ്സിലായോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതും ഇതും കേട്ടോണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ആ പേരിൽ, ഈ നല്ല വിശുദ്ധ കർത്തൃ ദിവസത്തിൽ നിങ്ങളെ ഓമന പേർ ചൊല്ലി വിളിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 8 മുതൽ 18 വരെ.
ഉൽപ്പത്തി പുസ്തകം 20 അധ്യായം 8 മുതൽ 18 വരെ. നമ്മുടെ ജീവനുമായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാത്ത കൊതുകിനെ അരിക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുമെന്ന് യേശു കർത്താവ് പറഞ്ഞു. ഇപ്പൊ കൊതുക് പ്രവചനമാണ് ഇത് നടത്തുന്നത്. ഒട്ടകമെല്ലാം വിഴുങ്ങപ്പെട്ടു പോയി. ജനുവരിയിലും ഡിസംബറിലായിട്ട് എന്തോ ഒരു ഔട്ട് പോറിംഗ് ആയിരുന്നു, ഇതാരും പറഞ്ഞില്ല. ഇപ്പൊ 20 അധ്യായം 8 മുതൽ 18 വരെ. അബീമലക്ക് അധികാലത്ത് എഴുന്നേറ്റ് തന്റെ സകല വൃദ്ധന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെയും അവരോട് പറഞ്ഞു. അവർ ഏറ്റവും ഭയപ്പെട്ടു. അബീമലക്ക് അബ്രഹാമിനെ വിളിപ്പിച്ച് അവനോട്, നീ ഞങ്ങളോട് ചെയ്തത് എന്ത്? നീ എന്റെ മേലും എന്റെ രാജ്യത്തിന്മേലും ഒരു മഹാപാപം വരുത്താൻ തക്കവണ്ണം ഞാൻ നിന്നോട് എന്ത് ദോഷമാണ് ചെയ്തത്? ചെയ്യരുതാത്ത കാര്യം നീ എന്നോട് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. നീ എന്ത് കണ്ടിട്ടാണ് ഇക്കാര്യം ചെയ്തതെന്ന് അബീമലക്ക് അബ്രഹാമിനോട് ചോദിച്ചതിന് അബ്രഹാം പറഞ്ഞത്, ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം. എന്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു. വാസ്തവത്തിൽ അവൾ എന്റെ പെങ്ങളാകുന്നു, എന്റെ അപ്പന്റെ മകൾ, എന്റെ അമ്മയുടെ മകൾ അല്ലതാനും. അവൾ എനിക്ക് ഭാര്യയായി. എന്നാൽ ദൈവം എന്നെ എന്റെ പിതൃഭവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട്, നീ എനിക്കൊരു ദയ ചെയ്യണം. നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എന്റെ ആങ്ങളെ എന്ന് എന്നെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞിരുന്നു. അബീമലക്ക് അബ്രഹാമിന് ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു. അവന്റെ ഭാര്യയായ സാറായിയും അവന് മടക്കി കൊടുത്തു. ഇതാ എന്റെ രാജ്യം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു, നിനക്ക് ബോധിച്ചെടുത്ത് പാർത്തുകൊള്ളുക എന്ന് അബീമലേക്ക് പറഞ്ഞു. സാറായോട്, അവൻ നിന്റെ ആങ്ങളയ്ക്ക് ഞാൻ 1000 വെള്ളിക്കാശ് കൊടുത്തിട്ടുണ്ട്. നിന്നോടുകൂടെ എല്ലാവരുടെയും മുമ്പാകെ ഇത് നിനക്ക് ഒരു പ്രതിശാന്തി. നീ എല്ലാവർക്കും മുമ്പാകെ നീതീകരിക്കപ്പെട്ടും ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബീമലേക്കിനെയും അവന്റെ ഭാര്യയെയും അവന്റെ ദാസിമാരെയും സൗഖ്യമാക്കി. അവർ പ്രസവിച്ചു. അബ്രഹാമിന്റെ ഭാര്യയായ സാറായുടെ നിമിത്തം യഹോവ അബീമലേക്കിന്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു. ഇതാണ് ഒരു ടെക്സ്റ്റ് നമ്മൾ വായിക്കുന്നത്. അബ്രഹാം അബീമലേക്കിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അബ്രഹാമിന്റെ ഭാര്യ സാറ സുന്ദരി ആയതുകൊണ്ട് അബീമലേക്കിന് അബ്രഹാമിന്റെ ഭാര്യയായ സാറായുടെ മേൽ ഒരു കണ്ണുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇതാരാണെന്ന് ചോദിച്ചപ്പം ഭാര്യയാണെന്ന് പറഞ്ഞില്ല, ഇതെന്റെ പെങ്ങളാണെന്ന് പറഞ്ഞു. അബീമലേക്ക് സാറായെ ഭാര്യയായിട്ട് എടുത്തു. അപ്പൊ അബീമലേക്കിനൊരു സ്വപ്നമുണ്ടായി. അപ്പൊ ആ പുരുഷൻ അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കുക, ഒരു അരുളപ്പാടുണ്ടായി. അങ്ങനെ അബീമലേക്ക് പിറ്റേ ദിവസം വിളിച്ച് അബ്രഹാമിനോട് ചോദിക്കുകയാണ്. അബ്രഹാം ഇതേ കാര്യം ഫറവോന്റെ അടുത്തും ചെയ്തിരുന്നു. ഫറവോന്റെ അടുത്തും ചെന്നിച്ച് സാറാ പെങ്ങളാണെന്ന് പറഞ്ഞു. ഫറവോൻ സാറായെ ഭാര്യയായിട്ട് എടുക്കുകയും സാറാ നിമിത്തം ധാരാളം പണം അബ്രഹാമിന് കൊടുക്കുകയൊക്കെ ചെയ്തു. ഇത് അബ്രഹാമിന്റെ ഒരു പതിവായിരുന്നു. കാരണം ജീവഭയം വരികയാണ്. ഈ സ്ഥലത്തുള്ള ആളുകളൊക്കെ ഭയങ്കരന്മാരാണ്. ഇനി അവരുമല്ല നമ്മളെ കൊന്നാൽ എന്നാ ചെയ്യും? ഇപ്പൊ സന്ദർഭോചിതമായ ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാം അകത്തൊരു അബ്രഹാമിന്റെ സ്വഭാവം ഉണ്ടെന്ന് വെച്ചു. ഇപ്പൊ ഈ കൊറോണ വന്നു, എല്ലാവരും വീട്ടിലിരിക്കാൻ പറഞ്ഞ് എല്ലാവരും ഇരുന്നു. ഇനിയിപ്പോ കയ്യേലും നെറ്റിയേലും ഓരോ മുദ്ര അടിക്കണമെന്ന് പറഞ്ഞാല് എത്ര പേരാ പറയുന്നത് അടിക്കണ്ട? കൊറോണ ഉള്ളവർക്ക് കയ്യേലും കൊറോണ ഇല്ലാത്തവർക്ക് നെറ്റിയേലും ഓരോ സീലടിക്കുകയാണെന്ന് പറഞ്ഞാൽ, പിന്നെ എനിക്കിപ്പോ ഒരാൾ അയച്ചു തന്നു, ബോംബെയില് കൈത്തണ്ടയില് ഹോം ക്വാറന്റൈനിൽ ഇരിക്കുന്നവർക്ക് ഇങ്ങനെ സീലടിച്ചു വിടുക. നേരാണെന്ന് അറിയത്തില്ല. ഒരു ഫോട്ടോയും അടക്കം ഒരാളിങ്ങനെ വാട്സാപ്പിൽ അയച്ചിരുന്നു. അപ്പൊ ആളുകൾ കാണും, ഇങ്ങനെ നടന്നു പോകുമ്പം കൈത്തണ്ട കാണാം. സീലുള്ളവരെ ആളുകൾ പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല. അപ്പൊ എത്ര പേർക്ക് അങ്ങനെ വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ ഉറച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അബ്രഹാം എന്തായാലും ഉറച്ചു നിന്നില്ല. അബ്രഹാം സന്ദർഭോചിതമായി പെരുമാറി. ഇപ്പൊ നമുക്ക് ന്യായം പറയാം, വിശ്വാസികളുടെ പിതാവ് അബ്രഹാം ആണല്ലോ, അതുകൊണ്ട് നമുക്ക് അതിനേക്കാൾ മെച്ചമായി പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കും 666 മുദ്രയോ അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. വരുമ്പം അബ്രഹാമിനെ മാതൃകയാക്കി എല്ലാവർക്കും അടിക്കാവുന്നതാണ്. പിന്നെ പ്രസംഗം, അതൊക്കെ പ്രസംഗിക്കാനല്ലേ പറ്റുള്ളൂ. അതൊക്കെ അങ്ങനെ കിടക്കും. ശാപം, അതൊക്കെ നമുക്ക് നല്ല സാഹചര്യം ഉണ്ടെങ്കിൽ മുറിക്കാം. ഇപ്പൊ കൊറോണയുടെ ശാപം മറ്റും മുറിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിത്തീരും. അതിനുള്ള ഈ ബ്ലേഡ് ഇറങ്ങിയിട്ടില്ല. ഈ പല ബ്ലേഡാണല്ലോ. ഇപ്പം മാർബിൾ കട്ട് ചെയ്യുന്നതിന് ഒരെണ്ണം അല്ലേ, കട്ട് ചെയ്യുന്ന ഓരോന്ന്, ഗ്രാനൈറ്റിന് വേറെണ്ണം, ഓരോ ബ്ലേഡാ പലതരത്തിലുള്ള. ഇപ്പം നടുവേദന, പെടലി വേദന, ഉളുക്ക്, ചതവ്, പെരുപ്പ്, മരപ്പ്, പുളിച്ചു തകട്ടല്,
ഇങ്ങനെയൊക്കെയുള്ള ശാപങ്ങൾ മുറിക്കാനുള്ള ബ്ലേഡുകളെ ഇറങ്ങിയിട്ടുള്ളൂ. ഈ കൊറോണയുടെ ബ്ലേഡ് പ്രത്യേക ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, അതിൻ്റെ ശാപം മുറിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സന്ദർഭോചിതമായ വിശ്വാസമാണ്. രണ്ട് രാജാക്കന്മാർ 2-ാം അധ്യായം 19 മുതൽ 25 വരെ. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 19 മുതൽ 25 വരെ. അനന്തരം ആ പട്ടണക്കാർ ഏലീഷയോട്, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാണെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവുമാകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവീൻ എന്ന് പറഞ്ഞു. അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എലീഷ പറഞ്ഞ പോലെ ആ വെള്ളം ഇന്നുവരെ പഥ്യമായി ഇരിക്കുന്നു. പിന്നെ അവൻ അവിടെ നിന്ന് ബഥേലിലേക്ക് പോയി. അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവനെ പരിഹസിച്ചു. അവനോട് മൊട്ടത്തലയാ കയറുക എന്ന് പറഞ്ഞു. അവൻ പിന്നോക്കം തിരിഞ്ഞ് അവരെ നോക്കി യഹോവ നാമത്തിൽ അവരെ ശപിച്ചു. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്ന് അവരിൽ 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. അവൻ അവിടെ നിന്ന് കർമ്മേൽ പർവ്വതത്തിലേക്ക് പോയി. അവിടെ നിന്ന് ശമരിയിലേക്ക് മടങ്ങിപ്പോന്നു. 2 അത്ഭുതങ്ങളാണ് എലീഷയുടെ ജീവിതത്തിലെ. ഇത് പല ആളുകളാണ് പഴയ നിയമത്തിൽ. ഇപ്പൊ അബ്രഹാം സന്ദർഭോചിതമായ ഒരു രാജാവിനെ കണ്ട് ഭയപ്പെട്ട് ഭാര്യയെ വരെ കാഴ്ചവെച്ചു. പക്ഷെ നിങ്ങൾ പിന്നെ നോക്കുമ്പോൾ ഏലിയാവിനെ കാണാം. ഏലിയാവ് ഒരു രാജാവിനെ ഭയപ്പെട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഈ നാളുകളിൽ ഇവിടെ മഞ്ഞും മഴയൊന്നും പെയ്യത്തില്ലെന്ന് പറഞ്ഞു. 3.5 വർഷം ആകാശം അടച്ചു പിടിച്ചു. രാജാവിനെ വരച്ചവരെ നിർത്തി. രാജാവിന്റെ ഭാര്യയെ വിറപ്പിച്ചു. രാജ്യത്തെ കൈകളിലിട്ട് അമ്മാനമാടി. പ്രാർത്ഥനയുടെ ശക്തി. വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നവരുണ്ട്. രാജകീയ അധികാരങ്ങളെ കാണുമ്പോൾ ഭയപ്പെടുന്നവര്, ആ ഒപ്പം ചേരുന്നവര്. ബൈബിൾ സത്യസന്ധമായ വിവരണമാണ് തരുന്നത്. ആരെയും പെയിന്റ് അടിക്കുന്നൊന്നുമില്ല. ബൈബിളിന്റെ ഹീറോ ആണ്, ഗോത്രപിതാവാണ്, മധുര ഗായകനാണ് എന്നൊന്നും പറഞ്ഞ് ആരെയും ന്യായീകരിക്കുന്നില്ല, ഒന്നും മറച്ചു വെക്കുന്നില്ല. എല്ലാം സത്യസന്ധമായിട്ട് എഴുതിയിരിക്കുകയാണ്. സത്യസന്ധമായ കാര്യമാണ്. ഏലിയാവിനെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോൾ, എലീഷയെ സംബന്ധിച്ച് വരുമ്പോൾ ഏലിയാവിന്റെ ശിഷ്യനാണ്, കുറെ കൂടെ കട്ടിയുള്ള ആളാണ്, മൊട്ടത്തലേനെ. അപ്പൊ അവിടെ ആളുകൾ നിലവിളിക്കാണ്. അനന്തരം ആ പട്ടണക്കാർ, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാണ്, വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവുമാണ്. പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാണ്. അനേക പട്ടണങ്ങളുടെ സ്ഥിതിയാണ് ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ ചിത്രം. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നമ്മൾ സിറ്റികളൊക്കെ കാണുമ്പോൾ, ഇപ്പോൾ വാൻകൂവറോ ടൊറന്റോയോ ന്യൂയോർക്കോ ടോക്കിയോയോ ലണ്ടനോ പാരീസോ ഹൊണോലുലുവോ ഹോങ്കോങ്ങോ പീക്കിങ്ങോ ഏത് സിറ്റികൾ നോക്കും, എല്ലാ സിറ്റികളും വളരെ മനോഹരമാണ്. പട്ടണം വളരെ ബ്യൂട്ടിഫുൾ ആണ്. മനോഹരമായ പട്ടണത്തിലെല്ലാം മരണം പതിയിരിക്കുകയാണ്. എൻ്റെ ചിത്രമാണ്. പട്ടണം ബ്യൂട്ടിഫുൾ ആണ്, പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാണ്. പക്ഷേ യജമാനെ, വെള്ളം ചീത്തയാണ്, ദേശം ഗർഭനാശകമാണ്. അതിന് അവൻ ഒരു പുതിയ തളിക കൊണ്ടുവരുവീൻ, അതിൽ ഉപ്പിടുവീൻ. ആ ഉപ്പ് ഉറവെങ്കിൽ കൊണ്ടിടുന്നു, വെള്ളം വിശുദ്ധീകരിക്കപ്പെടുന്നു, മരണം നീങ്ങിപ്പോകുന്നു. ദൈവമായ കർത്താവിന്റെ പ്രതിനിധിയായി എലീഷ, ക്രിസ്തുവിന്റെ നിഴലാണ്. എലീഷ എന്ത് ചെയ്യാണ്? വെള്ളത്തെ വിശുദ്ധീകരിക്കുകയാണ്, മരണത്തെ മാറ്റിക്കളയാണ്, മഹാമാരിയെ മാറ്റിക്കളയാണ്. നമുക്ക് നല്ലൊരു ടെക്സ്റ്റാണ് ഈ സമയങ്ങളിൽ നമുക്ക് ധ്യാനിക്കാൻ പറ്റിയ ഒരു ടെക്സ്റ്റാണ്. പക്ഷെ അത് കഴിഞ്ഞ് എലീഷ പോകുന്ന വഴിക്ക്, ബഥേലിലേക്ക് പോകുന്ന വഴിക്ക് ചെറുപ്പക്കാര് എലീഷയെ കളിയാക്കി. മൊട്ടത്തലയാ. എൻ്റെ മൊട്ടത്തലയെ കണ്ട് പറയുന്നൊരു സൂക്ഷിച്ചോണം. മുട്ടത്തലയാ എന്ന് വിളിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അവൻ തിരിഞ്ഞവരെ ശപിച്ചു.
അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്നു. 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ മനസ്സ്. അത് ദൈവത്തിന്റെ ഹിതമല്ലത്, ദൈവത്തിന്റെ മനസ്സല്ല. കാരണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് മനുഷ്യരുടെ പ്രാണങ്ങളെ രക്ഷിക്കേണ്ടതിനാണ്, നശിപ്പിക്കേണ്ടതിനല്ല. ആരെയും കൊല്ലുവാൻ, ആര് നശിക്കുന്നത് നമ്മുടെ കർത്താവിന് ഇഷ്ടമില്ല. പക്ഷേ ദൈവത്തിന്റെ ദാസന്മാർ, പ്രവാചകന്മാർ, അഭിഷിക്തന്മാർ ഒക്കെ ആയിരുന്നവർ അവരുടെ മാനുഷികതയിൽ നിന്ന് ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. അതെല്ലാം ദൈവം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊന്നും ദൈവത്തിന് പങ്കില്ലായിരുന്നു. അത് അവരുടെ മാനുഷിക ചോദനയായിരുന്നു, അവരുടെ ഷോർട്ട് ടെമ്പർ ആയിരുന്നു, ക്ഷിപ്രകോപം. ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും അപ്പോസ്തല പ്രവൃത്തിയിൽ അനന്യാസ് സഫീറായും വരുമ്പോൾ, അനന്യാസ് സഫീറായും എന്താ ചെയ്തത്? അവരുടെ സ്വന്തം വസ്തു വിറ്റു, വേറെ ആരുടേതുമല്ല. ആ പൈസയെല്ലാം കൊണ്ട് സഭയിൽ കൊടുത്തു. എന്നാൽ അതിൽ അല്പം അവരെന്ത് ചെയ്തു? എടുത്ത് സ്വകാര്യമായി മറച്ചു വെച്ചു. ഇനി അഥവാ ഈ ചർച്ച പൊട്ടിപ്പോയാലും നമുക്കൊരു പിടി ഇരിക്കട്ടെ എന്ന് അവർ കണ്ടു. പത്രോസിന് അത് ഇഷ്ടപ്പെട്ടില്ല. പത്രോസിന് അത് വെളിപ്പെട്ടു. പത്രോസിന്റെ പരിശുദ്ധാത്മാ തന്റെ ദൈവിക അധികാരത്താൽ 2 പേരും മരിച്ചുപോയി. അതാ സംഭവിച്ചു. പക്ഷെ അത് യേശു കർത്താവിനെ നോക്ക്. ശമരിയ കിണറിന്റെ അടുത്ത് നിന്നപ്പം ശമരിയക്കാരത്തി സ്ത്രീ വന്നു. അവള് ഉടായ്പിന്റെ ആൾരൂപമായിരുന്നു. അവളോട് സംസാരിച്ചു. അപ്പൊ യേശു പറഞ്ഞു, നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് പോവാ. അപ്പം അവൾ എന്ത് ചെയ്തു? എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് ഭർത്താവില്ല. കാരണം നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ള നിന്റെ ഭർത്താവ്. എത്ര സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്. പത്രോസ് ആയിരുന്നു ആ റോളിൽ നിന്നിരുന്നേലോ, ശമരിയാക്കാരത്തി സ്ത്രീ ഫ്രൈ ആയനെ, എ സമരിറ്റൻ വുമൺ ഫ്രൈ. അത്രേ ഉള്ളൂ വ്യത്യാസം. അനന്യാസും സഫീറായും വസ്തു വിറ്റിട്ട് കുറച്ചു കൊടുത്തിട്ട് ബാക്കിയും കൊണ്ട് കർത്താവായ യേശുവിന്റെ അടുത്താ വന്നിരുന്നെങ്കിൽ അവരൊരിക്കലും മരിച്ചു വീഴത്തില്ല, ഒരിക്കലും മരിച്ചു വീഴത്തില്ല. അപ്പൊ ക്രിസ്തുവിന്റെ മനസ്സോളം വളരുവാൻ പത്രോസിന് സാധിച്ചില്ല. അപ്പം ഒത്തിരി ആളുകൾ വേദപുസ്തകം പഠിക്കുന്നത് ശരിയായ വിധത്തിലല്ല. അതുകൊണ്ട് ഒത്തിരി ആളുകൾ സംശയം ചോദിക്കാറുണ്ട്. നരകമില്ല, ന്യായവിധിയില്ല എന്നൊക്കെ പറയുന്നത് സെക്കൻഡ് വെച്ച് അനന്യാസും സഫീറായി വീണ് ചത്തത് കണ്ടോ? കമോൺ. പത്രോസ് പിന്നീട് ഗ്രോ ചെയ്തു, വളർന്നു. പത്രോസ് വളർന്നു കഴിഞ്ഞ് നിങ്ങൾ പത്രോസിന്റെ ലേഖനം വായിക്കണം. 1 പത്രോസ് 3-ാം അധ്യായം. മിനിഞ്ഞാത്തെ നമ്മുടെ ലെക്ഷണറി വായനാഭാഗത്തിലുണ്ടായിരുന്ന 1 പത്രോസ് 3-ാം അധ്യായം. അവിടെ പറയാണ്, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. നിങ്ങൾ അനുഗ്രഹിക്കുവീൻ. അപ്പൊ ഇത്രയും ഗ്രോത്ത് പത്രോസിന് അന്നുണ്ടായിരുന്നെങ്കിൽ അനന്യാസ് സഫീറായി മരിക്കത്തില്ല. എന്താ അവർ ചെയ്ത തെറ്റ്? അപ്പന്റെ ഭാര്യയെ വെച്ചോണ്ടിരിക്കുന്നവരോട് ക്ഷമിക്കുകയാണ് പൗലൂസ്. പൗലൂസ് പറയാണ്, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ് ഞങ്ങൾ. വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. കുറച്ച് പൈസ, സ്വന്തം പൈസയാണ്, മുഴുവൻ പൈസയും സ്വോത്രാഴ്ച കിട്ടില്ലെന്ന് പറഞ്ഞാണ് അനന്യാസ സഫീറായി മരിച്ചത്. മൊട്ടത്തലയാണെന്ന് വിളിച്ചു. എന്താ മൊട്ടത്തലയാണെന്ന് വിളിച്ച അത്ര കുഴപ്പമാണോ? സഹിക്കാൻ പറ്റിയില്ല. ഈഗോയാണ്. ഇപ്പൊ ഓരോ വീഴ്ചകളാണ്. അപ്പൊ അബ്രഹാമിന് ഒരു ഏരിയയിൽ ബലഹീനത ഉണ്ടായിരുന്നു, ഏലിയാവിന് വേറൊരു ഏരിയയിൽ ബലഹീനത ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ എതിർത്തു നിന്നു, ആകാശത്ത് നിന്ന് തീ ഇറക്കി, ആകാശത്തെ അടച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇസബേല് അവിടെ ഇളകുന്നു എന്ന് കേട്ടപ്പോഴേക്കും ഏലിയാവിന് അങ്ങ് പേടിയായിപ്പോയി. പെട്ടെന്ന് പേടിച്ച് ജൂണിപ്പർ ചൊല്ലിയടിച്ച് ഊട്ടിപ്പോയി ഇരുന്നിട്ട് പറഞ്ഞു, മരിക്കട്ടെ, ഞാൻ മരിക്കട്ടെ, മരിച്ചാൽ മതിയായിരുന്നു, ഇനി ജീവിച്ചിട്ടെന്ന് പേടിച്ചു പോയി. അപ്പം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ബലഹീനതകളുണ്ട്. പെർഫെക്റ്റ് അല്ല. നോ വൺ ഈസ് പെർഫെക്റ്റ്.
അവരുടെ ജീവിതത്തിലെ ബലഹീനതകൾ പലയിടത്തും പ്രതിഫലിച്ചിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. അതൊന്നും ദൈവത്തിന്റെ പ്രവൃത്തിയല്ല. അതല്ല, അവരുടെ ബലഹീനതകൾ നിമിത്തമാണ്. ഒരു പൊട്ടിയ കണ്ണാടിയിലൂടെ നമ്മുടെ ഇമേജ് കാണുന്നത് പോലെയാണ്. പൊട്ടാത്ത കണ്ണാടി ഒന്ന് മാത്രമേ വന്നുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഭാഗികമായിട്ടല്ല, പൂർണ്ണമായിട്ട് അന്ത്യകാലത്ത് പുത്രനാണ് വെളിപ്പാട് കൊണ്ടുവരുന്നത്. അപ്പൊ പുത്രനിൽ കൂടെ വേണം നമ്മൾ ദൈവത്തെ കാണുവാൻ. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പുത്രനിൽ കൂടെ വേണം നിങ്ങൾ ദൈവത്തെ കണ്ട് മനസ്സിലാക്കുവാൻ. പുത്രനെ കാണണം. പുത്രനെ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ദൈവത്തെ മനസ്സിലാക്കും. പുത്രനിലൂടെ അല്ലാതെ നമ്മൾ ദൈവത്തെ കണ്ടാൽ, അതുകൊണ്ട് പത്രോസിലൂടെയോ ഏലീഷായിലൂടെയോ അബ്രഹാമിലൂടെയോ ഒക്കെ ദൈവത്തെ കാണുന്നത്. ബൈബിൾ സ്റ്റഡിയുടെ മെത്തേഡ് നിങ്ങൾ മാറണം. ഒത്തിരി ആളുകളുടെ ബൈബിൾ സ്റ്റഡിയിൽ പറ്റുന്ന അബദ്ധം ഇതാണ്. അവർ ഹീറോസ് ഓഫ് ബൈബിൾ, ഹീറോസ് ഓഫ് അവർ ഫെയ്ത്ത്, അവരെയൊക്കെ നോക്കിയിട്ട് അവരിലൂടെ നമ്മൾ ദൈവത്തെ കാണാൻ പോവാ. അവരിലൂടെ ദൈവത്തെ കാണുമ്പോൾ നമുക്ക് ദൈവത്തെ പറ്റി ഒരു സ്ക്യൂഡ് ഇമേജാണ്, ഒരു കറക്റ്റ് ഇമേജ് ആണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ ഇമേജ് കിട്ടുവാൻ വേണ്ടി നമ്മൾ ക്രിസ്തുവിലേക്ക് നോക്കണം. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവീൻ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവീൻ. യേശു ഒരു കാലഘട്ടത്തിലും അത്തരത്തിലുള്ള ഒരു സന്ദേശം യേശു തന്നിട്ടില്ല. മൊട്ടത്തലയാന്ന് വിളിച്ചപ്പോ കരടി ഇറങ്ങി വന്നു 42 പേരെയാ കൊന്നത്. ഇവിടെ യേശു കർത്താവിന്റെ അപ്പന് വിളിക്കുകയാണ്, കുരിശേ കിടക്കോ പറയാണ്, നീ ദൈവപുത്രനെങ്കിൽ കുരിശേ ഇറങ്ങി വാ, അവന് നിന്നിൽ പ്രസാദമുണ്ട്, അവൻ നിന്നെ ഇപ്പം വിടുവിക്കുമല്ലോ. എവിടെ പോയി നിന്റെ ശക്തി? അവന്റെ താടിരോമം വലിച്ചു പറിച്ചു, അവന്റെ മുഖത്ത് തുപ്പി, അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, ധരിപ്പിച്ചു, അവനെ അപമാനിച്ചു. യഹൂദന്മാരുടെ രാജാവെ ജയ ജയ, കോലുകൊണ്ട് അവനെ അഴിച്ചു, അവന്റെ കയ്യിൽ കോല് കൊടുത്തു, വെള്ളവസ്ത്രം ധരിപ്പിച്ച് അവനെ നിസാരനാക്കി, പിന്നീട് നഗ്നനാക്കി. എത്ര കരടി ഇറങ്ങേണ്ട സമയമായി. മൊട്ടത്തലയാന്ന് വിളിച്ചപ്പോ 2 കരടിയാ വന്നത്. ഇതിപ്പോ എത്ര കരടി ഇറങ്ങേണ്ട സമയമായി. പത്രോസ് വാളെടുത്തു. പത്രോസ് അന്നേരം ചൂടനാ. പത്രോസ് വാളെടുത്തു, ശിമോനെ നീ വാളുറയിലിട്, ഞാനൊന്നും സംസാരിക്കണ്ട. ഒറ്റ ആംഗ്യത്താൽ 12 ലഹിയോനിലധികം ദൂതന്മാർ ഇപ്പോൾ തന്നെ റെഡിയാണ്. 70,000 ദൂതന്മാർ യേശു കർത്താവിനെ വലം ചെയ്ത് നിൽക്കുകയാണ്. അവന്റെ ആംഗ്യത്തിൽ ഈറേമാലാകമാർ ചൂളിപ്പോവുകയാണ്. സ്വർഗം കുനിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കോടാനുകോടി ദൂതന്മാർ അവന്റെ ആജ്ഞ അനുസരിക്കുകയാണ്. സുവാർത്താ ദൂതികൾ, അവന്റെ രഥങ്ങൾ 1000 കോടിയുമായിട്ട് നിൽക്കുകയാണ്. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി ദൈവം മനുഷ്യനായി നിൽക്കുന്നു. പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ സ്വഭാവത്തെ നമ്മൾ ക്രിസ്തുവിൽ മാത്രമാണ് കാണുന്നത്. നോട്ട് ഇൻ അബ്രഹാം, നോട്ട് ഇൻ എലിജ, നോട്ട് ഇൻ എലീഷ, നോട്ട് ഇൻ ഡേവിഡ്, നോട്ട് ഇൻ ഡാനിയൽ, നോട്ട് ഇൻ എനിവൺ എൽസ്, ഓൺലി ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവില
താതരോട് ആയി സംസാരിച്ചു, ദൃഷ്ടാന്തങ്ങൾ വഴിയായി ഭാഗികമായി. എന്നാൽ അന്തിമകാലത്ത് പുത്രനിലൂടെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമ്മളോട് സംസാരിച്ചത്. പെർഫെക്റ്റ് റെവലേഷൻ. അപ്പോൾ ഇഫ് യു വാണ്ട് ടു സീ ഗോഡ്, ലുക്ക് ഓൺലി ടു ജീസസ്. യേശു കർത്താവിൽ മാത്രമാണ് ആ ദൈവത്തെ കാണാൻ പറ്റുന്നത്. ഭാഗികമായ ദൃഷ്ടാന്തത്തിൽ നിബിയന്മാർ മൂലം. അപ്പൊ നിബിയന്മാർ എന്ന് പറയുന്ന കാറ്റഗറി വരുന്ന ആളാണ് എലീഷ. അപ്പൊ നിബിയന്മാരിലൂടെ ഭാഗികമായ ദൃഷ്ടാന്തമാണ്. അതായത് ഈ തളികയിൽ ഉപ്പെടുത്ത് വെള്ളത്തിൽ കൊണ്ടിട്ടു, വെള്ളം വിശുദ്ധീകരിക്കപ്പെട്ടു, ദേശത്തിന്റെ നാശം മാറി, ഗർഭനാശം മാറി, സൗഖ്യമുണ്ടായി. അത് ദൈവത്തെ കാണിക്കുന്നു. എന്നാൽ മൊട്ടത്തലയാ എന്ന് വിളിക്കുമ്പോൾ കരടി വന്നിച്ച് ചെറുപ്പക്കാരെ എല്ലാം കടിച്ചു കീറി കൊല്ലുന്നു. അത് ദൈവത്തെ കാണിക്കുന്നില്ല. അപ്പൊ ഭാഗികമായ ദൃഷ്ടാന്തമാണ് നിബിയന്മാരിൽ വെളിപ്പെട്ടത്, പൂർണ്ണമായിട്ടല്ല. പൂർണ്ണമായ ദൃഷ്ടാന്തം ക്രിസ്തുവിൽ മാത്രമാണ്. അവന്റെ വാക്കിലും അവന്റെ പ്രവൃത്തിയിലും അവന്റെ നോട്ടത്തിലും അവന്റെ മനോഭാവത്തിലും ദൈവം വെളിപ്പെട്ടു നിന്നു. ഇങ്ങനെ വേണം നിങ്ങൾ ബൈബിൾ പഠിക്കാൻ. അല്ലാതെ ബൈബിളിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് അവസാനം ദഹനക്കേടുണ്ടാകും. അതുകൊണ്ട് ശരിയായിട്ട് ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എലീഷയുടെ ഈ പ്രവൃത്തിയെ നമ്മൾ ആ അർത്ഥത്തിൽ നിങ്ങൾ കണ്ടാൽ മതി. ഇപ്പൊ 2 ഭാഗമാണ് നമ്മൾ വായിച്ചത്. 2 രാജാക്കന്മാർ 2-ാം അധ്യായം വായിച്ചു. അടുത്ത് യെരമ്യാ പ്രവചനം 33-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. യെരമ്യാ പ്രവചനം 33-ാം അധ്യായം 6 മുതൽ. ഇതാ, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ദൈവമായ കർത്താവിന്റെ ആശ്വാസത്തിന്റെയും സ്നേഹവായ്പിന്റെയും വചനങ്ങൾ. ഇതാ, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ യഹൂദായുടെ പ്രവാസികളെയും ഇസ്രായേലിന്റെ പ്രവാസികളെയും മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. അവർ എന്നോട് പിഴച്ചതായ സകല അകൃത്യത്തെയും ഞാൻ നീക്കിക്കളയും. അവരെ ശുദ്ധീകരിക്കുകയും അവർ പാപം ചെയ്ത് എന്നോട് ദ്രോഹിച്ചതായ സകല അകൃത്യങ്ങളെയും മോചിക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ചെയ്യുന്ന എല്ലാ നന്മയെയും കുറിച്ച് കേൾക്കുന്ന സകല ഭൂജാതികളുടെയും മുൻപാകെ അതെനിക്ക് ആനന്ദനാമവും പ്രശംസയും മഹത്വവും ആയിരിക്കും. ഞാനതിന് വരുത്തുന്ന എല്ലാ നന്മയും നിമിത്തവും സർവ്വസമാധാനവും നിമിത്തവും അവർ പേടിച്ചു വിറയ്ക്കും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യരും മൃഗവുമില്ലാതെ ശൂന്യമായിരിക്കുന്നു നിങ്ങൾ പറയുന്ന ഈ സ്ഥലത്തും യഹൂദ പട്ടണങ്ങളിലും മനുഷ്യനോ നിവാസികളോ മൃഗമോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന യെരുശലേം വീഥികളിലും ഇനിയും ആനന്ദഘോഷവും സന്തോഷ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. കൂടിവരവൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. ആർപ്പുവിളികളില്ല, കളികളില്ല, കൂടിവരവുകളില്ല, വിവാഹാഘോഷങ്ങളില്ല.
ദേശം ദുഃഖത്തിലിരിക്കുകയാണ്. ദൈവം പറയാണ്, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തും. ഐ എം ഗോയിങ് ടു ബ്ലസ് യു. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന കാണുമ്പോൾ അതെനിക്കൊരു മഹത്വമാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ പഴയ പോലെ ശൂന്യമായി കിടക്കുന്ന തെരുവുകളെ ഞാൻ നിറയ്ക്കും. യഹൂദ പട്ടണങ്ങളിലും മനുഷ്യനോ നിവാസികളോ മൃഗമോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന യെരൂശലേം വീഥികളിലും ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും മാത്രമല്ല, സോഷ്യൽ ഗാദറിങ്സ് മാത്രമല്ല, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് പറയുന്നവരുടെ ശബ്ദവും, യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ആനന്ദഘോഷവും തെരുവീതികളിൽ നിങ്ങൾ കേൾക്കും. God is going to restore everything. റിസ്റ്ററേഷൻ വരികയാണ്. റിസ്റ്ററേഷൻ വന്നു കഴിയുമ്പോൾ ഇപ്പോഴത്തെ പ്രസന്റ് കലാമിറ്റീസ് ഒക്കെ മാറും, ഈ കഷ്ടതകൾ മാറും, ഈ ഞെരുക്കങ്ങൾ മാറും, രോഗശാന്തിയും ആരോഗ്യവും ദൈവം തരും. തന്നു കഴിയുമ്പോൾ യെരൂശലേമിന്റെ വീഥികൾ, ശൂന്യമായി കിടക്കുന്ന വീഥികൾ നിറയും. സെക്കുലർ ഗാദറിംഗ് മാത്രമായിരിക്കില്ല അവിടെ. യഹോവയുടെ ആലയത്തിലേക്ക് ആർപ്പുള്ളിയോടെ പോകുന്നവരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വിവാഹ ആഘോഷങ്ങൾ മാത്രമായിരിക്കില്ല അവിടെ. യഹോവ നല്ലവനല്ലോ എന്ന് പറയുന്നവരെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ദൈവത്തോടുള്ള ഭക്തി അവൻ മനുഷ്യരുടെ ഹൃദയത്തിലാക്കും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ വാക്യം. ദീർഘ ദർശകത്വത്തോടുകൂടിയാണ് ഈ വായനാഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് തോന്നും. ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഓർക്കും, ഇന്നത്തെ ഈ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ ബൈബിളിൽ നിന്ന് ഈ വാക്യം കണ്ടുപിടിച്ച് വായിക്കുന്നതല്ല. ഇത് സുറിയാനി സഭയുടെ വലിയ നോയമ്പിലെ വായനാക്രമം അനുസരിച്ച് ഇന്ന് വായിക്കേണ്ട ഭാഗമാണ് ഞാൻ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ബാക്കിയെടുത്ത് വായിക്കുന്നതല്ല. പക്ഷെ അത് ഇന്നിന്റെ ആവശ്യത്തോട് സംസാരിക്കുകയാണ്. കൃത്യമായി ഇന്നത്തെ സാഹചര്യത്തോടാണ് ഈ വാക്യം സംസാരിക്കുന്നത്. അടുത്ത അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം 13 മുതൽ 22 വരെ. അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം 13 മുതൽ 22 വരെ. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലൂസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലൂസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇത് എഫേസസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി. ഇതാണ് ഫേക്ക് ഡെലിവറൻസ് ആണ്. ഈ ചില ആളുകൾക്കുള്ള ഒരു ചിന്തയാണ് യേശുവിന്റെ നാമം, ദ നെയിം ഓഫ് ജീസസ്. അപ്പൊ അതിനെന്തോ ഒരു ശക്തി ഉണ്ടെന്നാണ്. അതുകൊണ്ട് ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ എന്തോ സംഭവിക്കുന്നത്. ഞാനത് പല പ്രാവശ്യം നമ്മുടെ ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ വാക്യം ഇങ്ങനെ വരുന്നുണ്ട്, ഒന്നുകൂടെ പറയുകയാണ്, ഒന്നും സംഭവിക്കത്തില്ല. നെയിം ഓഫ് ജീസസ്. ചില ആളുകളുണ്ട്, നെയിം എന്ന് പറഞ്ഞാൽ അതോറിറ്റി, അധികാരമാണ്. ആ അധികാരം റിലേഷൻഷിപ്പിലൂടെ മാത്രമാണ് കിട്ടുന്നത്. ദ നെയിം ഓഫ് ജീസസ്. അല്ലാതെ വെറുതെ നെയിം ഓഫ് ജീസസ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, ആ വാക്കിനല്ല. ഒത്തിരി ആളുകൾക്കുള്ള തെറ്റിദ്ധാരണയാണ് നെയിം ഓഫ് ജീസസ് എന്ന് പറയുമ്പം ആ ജീസസ് എന്ന് പറയുന്നത് എന്തോ മാന്ത്രിക വാക്കാണെന്നൊരു ചിന്തയാണ്. നോ, നെവർ. അപ്പൊ അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് നമ്മൾ തിരുവഴുത്തിൽ തന്നെ കാണുന്നത്, യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ സ്കേവായുടെ പുത്രന്മാർ, ഒരു പുരോഹിതന്റെ മക്കളാണ് 7 പേര്. അപ്പൊ അവർ ചിന്തിച്ചു നമുക്കും ഇത് പറയാം, എന്തോ മാജിക് പവറാണ്. ദുരാത്മാവുള്ള ഒരു മനുഷ്യനോട് എന്നിട്ട് അവർ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ. ദുരാത്മാവുള്ള മനുഷ്യനെ അവരെ അടിച്ചോടിച്ചു. അവർ നഗ്നരും മുറിവേറ്റവരുമായി ഓടിപ്പോയി. അത് തന്നെയല്ല, ആ ഭൂതങ്ങൾ അവരോട് പറഞ്ഞു, യേശുവിനെ എനിക്കറിയാം, പൗലൂസിനെയും പരിചയമുണ്ട്, ഹൂ ആർ യു? നിങ്ങളൊക്കെ ആരാണ്? അപ്പൊ ഇറ്റ്സ് എ റിലേഷൻഷിപ്പാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എലീശ അത്ഭുതം ചെയ്തത് കണ്ടു. പിന്നെ ഇപ്പോൾ ഇവിടെ സ്കേവായുടെ മക്കൾക്ക് സംഭവിച്ചത് കണ്ടു.
എലീഷയുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ബലഹീനതകൾ, അവൻ്റെ പേഴ്സണാലിറ്റിയിൽ പെർഫെക്ഷൻ ഒന്നുമില്ല. പക്ഷെ ദൈവത്തോടുള്ള ബന്ധം അവനുണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷെ അബ്രഹാം പ്രാർത്ഥിക്കുമ്പോഴും ദൈവം കേൾക്കുന്നു. എലീഷയുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട്, പക്ഷെ എലീഷ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്നു. ഇപ്പൊ റിലേഷൻഷിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ റിലേഷൻഷിപ്പ് ഇല്ലാതെ വ്യാജ വിശുദ്ധി പ്രസംഗിക്കുന്നവരുണ്ട്. വിശുദ്ധിയും വേർപാടാണ്. ദൈവത്തിൽ നിന്ന് വേർപെട്ടു, സഭയിൽ നിന്ന് വേർപെട്ടു, പിന്നെ യാതൊരു പ്രയോജനമില്ല. അത് വ്യാജ സുവിശേഷമാണ്, അത് വ്യാജ മതമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഫേസ്ബുക്ക് ലൈവിലെ ഒരു റെഗുലർ പ്രേക്ഷകൻ എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു. ആളുടെ പേരെനിക്കറിയത്തില്ല, വാട്സാപ്പ് നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നേ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മകൾ ബാംഗ്ലൂരോ മറ്റോ പഠിക്കുന്ന കൂട്ടുകാരുടെ സ്വാധീനത്തെ പറ്റി ഒരു ന്യൂ ജനറേഷൻ ചർച്ചിൽ ചേർന്നു. അവർ ഓർത്തഡോക്സുകാരാണ്. അപ്പോൾ ആ ചർച്ചിൽ നിന്ന് വിവാഹം ന്യൂ ജനറേഷൻ വേണമെന്ന് ആ പെൺകുട്ടി പറയുന്നു. അദ്ദേഹത്തിന് ആ മകളെ ഓർത്തഡോക്സ് സഭയിൽ തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഏത് മെസ്സേജാണ് അയച്ചു കൊടുക്കേണ്ടത്, ഒരു ബോധവൽക്കരണം വരുത്താൻ. അപ്പോൾ എനിക്കറിയത്തില്ല, നിങ്ങളിൽ ആർക്കെങ്കിലും അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. എനിക്ക് തോന്നുന്ന നമ്മുടെ ലൈവ് സ്ഥിരം കാണുന്ന ഷിബു ജേക്കബിനും സാജൻ പഠിക്കലിനൊക്കെ ചിലപ്പം നിർദ്ദേശം കൊടുക്കാൻ പറ്റും എന്ന് തോന്നുന്നു. ഞാൻ അതേക്കുറിച്ച് ഒരിക്കൽ കൂടെ ഒന്ന് സംസാരിക്കാമെന്ന് ഉദ്ദേശിച്ചിരിക്കുക. കാരണം എന്തുകൊണ്ടാണ് ഇത് തെറ്റായിരിക്കുന്നത്? ഇത് തികച്ചും ക്രിസ്ത്യൻ ചർച്ച് അല്ല. ഇത് ഹിസ്റ്റോറിക്കൽ ചർച്ചുമായി യാതൊരു ബന്ധവുമില്ല. ബൈബിൾ വായിച്ച് ആ ബൈബിളിന്റെ വായനയുടെ അടിസ്ഥാനത്തിൽ അവർ ആവേശം കൊണ്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്വതന്ത്ര സംഘടനയാണ്. നോ റിലേഷൻഷിപ്പ്, ഒരു ബന്ധവുമില്ല. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശ ചോദിച്ചു, നീ ആരാണ്? ഹു ആർ യു? അപ്പം ദൈവം എന്താ പറഞ്ഞേ? പുറപ്പാട് പുസ്തകം 3 അധ്യായത്തിൽ നോക്കണം. ഇപ്പം നിങ്ങളാ ദൈവമെങ്കിൽ എന്ത് ചെയ്യും? ആരാ? ദൈവമാന്ന് ഓർക്കണം. മോശ ഇങ്ങനെ ആടിനെയൊക്കെ മേയിച്ചു പോവുക. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മുൾപ്പടർപ്പിനകത്ത് ഇങ്ങനെ തീയായിട്ട് ഇങ്ങനെ വന്നു. മോശ എന്നിട്ട് ചോദിച്ചു, ഹു ആർ യു? കാരണം ഇവിടെയൊന്നും കേട്ടിട്ടില്ല, അറിവ് പോലും ഇല്ല. അവിടെയൊക്കെ അന്ന് പോപ്പുലർ ആയിട്ടുള്ള ദൈവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഈ പുള്ളിയെ അറിയത്തില്ല ആരാ നീ. അപ്പൊ മോശേ ഒരു ഡബിൾ എക്കോ ഒക്കെ അങ്ങോട്ട് കൊടുത്തിട്ട്, മോശേടാ നീ മുകളിലോട്ട് നോക്ക്, കണ്ടോ ആ സൂര്യനെ കണ്ടോ? ആ സൂര്യനെയൊക്കെ സൃഷ്ടിച്ച ആളാണ് ഞാൻ. അങ്ങനെയല്ല ദൈവം. ആ ചന്ദ്രനെ ആക്കി വെച്ചിരിക്കുന്ന ആളാണ്, ഈ നക്ഷത്രങ്ങളെല്ലാം ആക്കിയോ, ഈ ഭൂമിയുടെ മുഴുവൻ ഉടയവനായ ദൈവമാണോടാ മോശയെ നിന്നോട് സംസാരിക്കാൻ? നോ അങ്ങനല്ല പറഞ്ഞു. മോശയോട് പറയുന്നത്, ഞാൻ അബ്രഹാത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. പുതിയൊരു തുടക്കമില്ല ദൈവത്തിന്. ഇത് കണക്റ്റഡാണ്. പാരമ്പര്യത്തിലൂടെ മാത്രമാണ് ദൈവം ഇടപെടുന്നത്. പാരമ്പര്യത്തിന് പുറത്ത് ഒരിടപെടലുമില്ല. അതിനാരും പ്രതീക്ഷിക്കുകയും വേണ്ട. നിങ്ങൾ ഇനി എത്ര ഉപവാസം ഇരുന്നത്, നിങ്ങൾക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു, നിങ്ങൾക്ക് കൃപ കിട്ടി, നിങ്ങൾ അത്ഭുതം ചെയ്തു, ഇനി വെള്ളം വീഞ്ഞാക്കിയാൽ പോലും പോകുകയും ഞാൻ നിങ്ങൾ ഒരു നാളും അറിയുന്നില്ല. യു ഹാവ് നോ റിലേഷൻഷിപ്പ്. അതാണ് ഈ സ്കേവായുടെ മക്കൾക്ക് പറ്റിയത്. സ്കേവായുടെ മക്കൾ എന്നിട്ട് യേശുവിന്റെ നാമം പറയും, നിങ്ങളെ ഒന്നും അറിയത്തില്ല, നിങ്ങളൊക്കെ ആരാ? അബ്രഹാമിന്റെ ദൈവം ഏതാ? ഭാര്യയെ കൊണ്ട് പറവോനും, പിന്നെ ഭാര്യയെ കൊണ്ട് അബിമലേക്കിന്റെ അടുത്ത് അബിമലേക്ക് അവനെ വഴക്കൊക്കെ പറഞ്ഞു. ദൈവം ലജ്ജിക്കുന്നില്ല. ദൈവത്തിന്റെ ഒരു ഭക്തന്മാരെ കുറിച്ചും ദൈവം ലജ്ജിക്കുന്നില്ല. ദൈവത്തിന് ഒരു മക്കളെ കുറിച്ചും ദൈവം ലജ്ജിക്കുന്നില്ല. കുഴപ്പങ്ങൾ കാണും. ഒരു സ്ത്രീ കുളിക്കുന്നിടത്ത് ഒളിച്ചു നോക്കി, അവൾ മറ്റൊരുത്തന്റെ ഭാര്യയായിരുന്നു, അവളെ വിളിച്ചു വരുത്തി അവളോടുകൂടെ ശയിച്ചു. അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ആ ഗർഭം അവളുടെ ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാൻ അവനെ വിളിച്ചു വരുത്തി അവളുടെ കൂടെ കിടക്കാൻ വിട്ടു. പക്ഷെ അവനത് അനുസരിക്കാഞ്ഞോ, പിന്നെ അവനെ കൊന്നിട്ട് അവളെ പിന്നെ കെട്ടി. ഇത്തരം വൃത്തികളെല്ലാം കാണിച്ചു ദാവീദ്. ദൈവം പറഞ്ഞു, ഹീസ് മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, എന്റെ സ്വന്തം മകനാണ്.
ലൗഹി. അതുകൊണ്ട് അപ്പോസ്തോലിക കൈവപ്പുള്ള സഭകളിലുള്ള ഒരു മനുഷ്യനും അവൻ എന്തെല്ലാം ബലഹീനത ഉണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും അതൊന്നും കാണിച്ചിവിടെ ആരും ഒന്നും പേടിപ്പിക്കാൻ നിൽക്കണ്ട. ദൈവം തന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് ഒരു കാരണവശാലും അനുദപിക്കുന്നില്ല. അപ്പോസ്തോലിക സഭകളിലൂടെ മാത്രമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അത് മാത്രമാണ് ദൈവത്തിന്റെ അപ്രൂവ്ഡ് ചർച്ച്. There is only one agency in this earth. God has only one agency. നിങ്ങൾ വിശ്വസിക്കാൻ ഞാൻ ബൈബിളിൽ നിന്നാണ് തെളിവ് തരുന്നത്. അപ്പൊ മോശയോട് വേണമെങ്കിൽ ദൈവത്തിന് പറയാം, എടാ പോയി ഞാനാ ദൈവം, നമുക്കൊരു പുതിയ തുടക്കമൊക്കെ തുടങ്ങണം. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഈ ഇന്നലെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് ഒരാളൊരു കമന്റ് എഴുതി. ഞാനതിനവിടെ ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, ഈ പിതാക്കന്മാരുടെ ഇതിലൂടെ വന്ന് അങ്ങനെ പാരമ്പര്യമായിട്ട് മാത്രമാണോ ദൈവം പ്രവർത്തിക്കുന്നത്? ഇന്ന് ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഞാൻ കൊടുത്ത മറുപടിയാണ്. അതാണ് ഞാനിപ്പോൾ പറയാൻ പോണേ. അവിടെ ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ട്. തിമോത്തിയോസിനെ പൗലോസ് ശ്ലീഹ എഴുതുമ്പം 2 തിമോത്തി 1-ാം അധ്യായം 2 തിമോത്തിയോസ് 1-ാം അധ്യായം 5-ാമത്തെ വാക്യം, നിന്നിലുള്ള ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ തിമോത്തിയോസിനെ പൗലോസും യേശുവും സമകാലീനരായിരുന്നു. അപ്പൊ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട് അധികം നാൾ കഴിയുന്നതിന് മുമ്പാണ് തിമോത്തിയോസിനെ പൗലോസിന് ശിഷ്യനായിട്ട് കിട്ടുന്നത്. അപ്പൊ പൗലോസ് പറയാണ്, നിന്റെ അമ്മ ലോവീസിലും നിന്റെ വലിയമ്മ യൂനിക്കയിലും ഒക്കെ ഈ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ അത് ക്രിസ്ത്യൻ ചർച്ചിന്റെ വിശ്വാസമായ എക്സ്ക്ലൂസീവ് ഫെയ്ത്ത് അല്ല, യഹൂദ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞത്, കാത്തോലിവായിരുന്ന നമ്മെ നാട്ടോലിവോട് ഒട്ടിച്ചേർക്കാണ്. അപ്പൊ ദൈവത്തിന്റെ ചർച്ച എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പുതിയ നിയമത്തിൽ ഈ പെന്തക്കോസ്ത് നാളിലല്ല ചർച്ച് തുടങ്ങുന്നത്. സഭ എന്ന് പറഞ്ഞാൽ ആദ്യം മുതലുള്ളതാണ്. ദൈവത്തിന് ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ. ദൈവം സുല്ലിടുന്നില്ല. ദൈവത്തിന്റെ പെൻസിലിന്റെ പുറയിൽ ഈ ഇറേസർ വെച്ചിട്ടില്ല. നമുക്കറിയത്തില്ല, നമ്മുടെ എല്ലാം പെൻസിലിന്റെ പുറയിൽ എന്തുണ്ട്? ഇറേസർ ഉണ്ട്. കാരണം തെറ്റ് വരും, നമുക്ക് തിരിച്ചു പിടിച്ച് ഇങ്ങനെ ഉരയ്ക്ക് മായ്ക്കാൻ, ഇറേസ് ചെയ്യാൻ. ദൈവത്തിന്റെ പെൻസിലിന്റെ ആ പുറയിൽ ആ സാധനം ഇല്ല. ദൈവത്തിന് അങ്ങനെ തെറ്റ് വരുന്നില്ല. ദൈവത്തിന്റെ പദ്ധതി മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. അതുകൊണ്ടാണ് പരിചയമില്ല എന്ന് പറഞ്ഞത് പൗലൂസിനെ. നിങ്ങൾ വല്ല ആത്മാവിനെയും ഒക്കെ പ്രാപിച്ചു വല്ല അത്ഭുതമൊക്കെ ചെയ്ത് കാണും. അവസാനം പറയും, കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, ഓഹോ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, ഞങ്ങൾ നിന്റെ നാമത്തിൽ ശാപം മുറിച്ചു, ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, അനീതി പ്രവർത്തിച്ചവരെ പോകുകയും ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. യു നെവർ ബിലോങ് ടു മൈ ചർച്ച്. യേശുക്രിസ്തുവിന്റെ സഭ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ചർച്ചാണ്. അതാണ് കർത്താവ് സ്ഥാപിച്ച സഭ. അത് തെറ്റാണെന്നും അത് പഴകിപ്പോയെന്നും അത് പൊളിഞ്ഞു പോയെന്നും പറഞ്ഞ് വേറെ തുടങ്ങാൻ നിങ്ങളെ ആരും ചുമതലപ്പെടുത്തി? കർത്താവ് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടോ? എടാ, വലിയ ബ്രേക്ക് ഉണ്ടായി. എത്രയോ വർഷങ്ങൾ ഈ ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. 430 വർഷം, കൃത്യമായിട്ട് പറഞ്ഞ 430 വർഷം. 430 വർഷം കഴിഞ്ഞപ്പം വന്നിരിക്കുക ദൈവം. 430 വർഷം. ആയിരത്തി 1906 ദൈവം അസൂസ സ്ട്രീറ്റിൽ വില്യം സൈമൂറിന് പ്രത്യക്ഷപ്പെട്ടു, സമ്മതിച്ചു. പക്ഷെ 430 വർഷം കഴിഞ്ഞ് മിദ്യാനിലെ പുരോഹിതനായ ഇത്രോവിന്റെ ആടിനെ വേവിച്ചുകൊണ്ട് മലയുടെ മുകളിൽ നിൽക്കുന്ന മോശയുടെ അടുത്തിട്ട് ദൈവം വന്നിട്ട് പറയാണ്, മോശേ, ഞാൻ ദൈവമാണ്, ലെറ്റ് us സ്റ്റാർട്ട് എ ന്യൂ തിങ്. നോ, ഞാൻ അബ്രഹാത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. ദൈവം സ്ഥാപിച്ച, യേശു സ്ഥാപിച്ച ആ സഭയ്ക്കാണ് പ്രാധാന്യം. ഈ ലൈവ് കേൾക്കുന്ന മറ്റേ ആള് കേൾക്കുന്നുണ്ടെങ്കിൽ ആ
പെങ്കൊച്ചിനോട് ഇത് പറഞ്ഞു കൊടുക്കണം. ബാക്കി ഏതൊക്കെയാണ് കാണേണ്ട ലൈവുകൾ, ഏതൊക്കെ വീഡിയോസാണ് നമ്മുടെ സാജൻ പഠിക്കലോ ഷുബു ജേക്കബോ ഒക്കെ പറഞ്ഞു തരും. അവർക്കത് ഫെമിലിയറാണ്. അപ്പോൾ ഇതാണ് അപ്പോസ്തല പ്രവൃത്തി 19 എന്നുള്ള വായന. അടുത്ത് നമ്മൾ റോമാലേഖനം 9:14 മുതൽ 21 വരെ. റോമാലേഖനം 9:14 മുതൽ 21 വരെ. ആകയാൽ നാം എന്തു പറയേണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ? ഒരു നാളുമില്ല. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലവും സാധിക്കുന്നത്. ഇതിനായിട്ടല്ലോ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്ന എന്തിന്? ആർ അവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആര്? മെനഞ്ഞിരിക്കുന്നവൻ മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവൻ അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? ഡു നോട്ട് ക്വസ്റ്റ്യൻ ഗോഡ്. സോവറിനിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പരമാധികാരമാണ്. ദൈവം ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്? ഫറവോനെ തെരഞ്ഞെടുക്കുന്നു, മോശയെ തെരഞ്ഞെടുക്കുന്നു, അബ്രഹാത്തിനെ തെരഞ്ഞെടുക്കുന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ വി ഹാവ് നോ അതോറിറ്റി ടു ക്വസ്റ്റ്യൻ ഗോഡ്. നമ്മുടെ മാനദണ്ഡം അനുസരിച്ച് കൊള്ളാവുന്നവൻ കാണും, മിടുക്കൻ കാണും, ശ്രേഷ്ഠൻ കാണും, വിശുദ്ധൻ കാണും, മര്യാദക്കാരൻ കാണും, ഒക്കെ കാണും. ഗോഡ് ജസ്റ്റ് ഡോണ്ട് കെയർ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ദൈവം എന്തുകൊണ്ട് ആ സഭയെ തെരഞ്ഞെടുത്തു? അതാണ് സഭ. ദൈവമാണ് അതിനെ സ്ഥാപിച്ചത്. ദൈവത്തിന്റെ പുത്രൻ ഭൂമി വന്ന് നേരിട്ട് സഭ സ്ഥാപിച്ചു. അത് പൊളിഞ്ഞു പോയെന്ന് പറയാൻ ഹു ആർ യു? അതിന് കുറവ് വന്നെന്ന് പറയാൻ ഹു ആർ യു മേൻ? മാർട്ടിൻ ലൂതർ, ജോൺ വെസ്ലി, സ്വിംഗ്ലി, കാൽവിൻ, ഹു ആർ യു ഗൈസ്? ഹു ആർ യു? നിങ്ങളൊക്കെ ആരാ? യേശുവിനെ അറിയാം, പൗലൂസിനെ അറിയാം, പത്രോസിനെ അറിയാം, ഇഗ്നാത്തിയോസ് നൂറോനെ അറിയാം, അഥാനാസിയോസിനെ അറിയാം, ദീവന്നാസിയോസിനെ അറിയാം, ഗ്രിഗോറിയോസിനെ അറിയാം, ബെസേലിയോസിനെ അറിയാം, ദിയസ്കോറോസിനെ അറിയാം, അന്തിമോസിനെ അറിയാം, ഇയാവാനിയോസിനെ അറിയാം, ഫീലക്സിനോസിനെ അറിയാം. നീയൊക്കെ ഏതാ? ഹു ആർ യു? ഞാൻ ശാവ് മുറിക്കുന്ന ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 41 വരെ ഉള്ള ഭാഗങ്ങളാണ്. അതിനകത്ത് ലൂക്കാസ് സുവിശേഷം 4-ന്റെ നാളത്തെ വേദവായന ഭാഗത്തിലും സിമിലർ ഭാഗം വരുന്നുള്ളൂ. ഞാൻ എൻ്റെ അവസാന ഭാഗം മാത്രമേ വായിക്കുന്നുള്ളൂ. ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം. ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 40 വരെ. സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെയും അവരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. താൻ ക്രിസ്തു എന്ന് അവ അറിഞ്ഞുകൊണ്ട് അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഹീലർ. അത്ഭുതം പ്രവർത്തിക്കുകയും സൗഖ്യമാക്കുകയും മാത്രമല്ല, ദൈവത്തിന്റെ മനസ്സലിവ്, ദൈവത്തിന്റെ സ്വഭാവം അവനിൽ വെളിപ്പെടുകയും ചെയ്തു. ഹീസ് അവർ പെർഫെക്റ്റ് എക്സാമ്പിൾ. നമ്മൾ ഇന്നത്തെ വായന ഭാഗം അവസാനിക്കുമ്പോൾ നമ്മൾ തുടങ്ങുന്നത് അബ്രഹാമിലാണ്. അബ്രഹാമിന്റെ ജീവിതത്തിലെ ഒരു കുറവ്, ബലഹീനത നമ്മൾ കാണുന്നതിനോടൊപ്പം അബ്രഹാത്തിന്റെ പ്രാർത്ഥനയെ, അവന്റെ കുറവുകളെ കണക്കിലാക്കാതെ പ്രാർത്ഥനയെ കേൾക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ബലഹീനരായ നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും കണക്കിലെടുക്കാതെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും. അത് നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല. എനിക്ക് കരുണ തോന്നണമെന്ന് ഉള്ളവനോട് എനിക്ക് കരുണ തോന്നും. നോട്ട് ബിക്കോസ് ഓഫ് എനി ഓഫ്
their merits, but solely because of God's grace. ആണ് നമ്മുടെ സഭയുടെ പ്രാർത്ഥനയിൽ മുഴുവനായിട്ട് എന്നെ അത്രമാത്രം അതിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ കാരണം അതാണ്. എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾ നിരന്തരമായി സുറിയാനി സഭയുടെ പ്രാർത്ഥന എല്ലാത്തിലും പറയുന്നുണ്ട്, ബലഹീനരും കുറവുള്ളവരുമായ പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ. കുറ്റമുള്ളതും കുറവുള്ളതും ഒക്കെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് അവൻ ഒരിക്കലും അനുദപിക്കുന്നില്ല. ഗോഡ്സ് ഗ്രേസ്. അപ്പം ദൈവത്തിൻ്റെ ആ ഗ്രേസ് ആണ്. എത്ര അത്ഭുതകരമായ ദൈവകൃപയാണ്. അപ്പം ആ ദൈവകൃപയിൽ നമുക്ക് ശരണപ്പെടാം. നമ്മൾ പിന്നെ കാണുന്നത് എലീഷയുടെ കാര്യമാണ്. എലീഷ വലിയ ഹീലിംഗ് അവിടെ നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. രണ്ടാമത് അടുത്ത ഭാഗം യെരമ്യാ പ്രവാചകനിലൂടെ പറയുകയാണ്. ഇന്നത്തെ ഈ കണ്ടംപററി ഇഷ്യൂസ് സിറ്റുവേഷൻ അതേപടി വരച്ച് കാണിച്ചിരിക്കുകയാണ്. ശൂന്യമായ വീതികളെയൊക്കെ ദൈവം പിന്നെയും നിറയ്ക്കുന്നു. ആനന്ദ സ്വരത്തെ അവിടെ നിറയ്ക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നവരുടെ സ്വരത്തെ അവിടെ നിറയ്ക്കുന്നു. അപ്പം ഇന്നത്തെ ഈ പ്രയാസങ്ങളിലൂടെ ലോകം കടന്നു പോകുന്നെങ്കിലും നാളെയും ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ടാകും, ആരാധനയുണ്ടാകും, വിവാഹങ്ങളുണ്ടാകും, ആഘോഷങ്ങളുണ്ടാകും. മനുഷ്യവർഗം തിരികെ അതിൻ്റെ ട്രാക്കിലേക്ക് വരും. വലിയ പ്രത്യാശയുള്ള ഒരു പ്രവചന ഭാഗമാണ് യെരമ്യാ 33 നിന്ന് നമ്മൾ കേട്ടത്. സോ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ നമ്മൾ കേട്ടത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നാണ്. സ്കേവായുടെ പുത്രന്മാർ, ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവർ, ദൈവമായിട്ട് ബന്ധം. അപ്പം ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ പിന്നെ കേട്ടത്. പിന്നെ വായിച്ചത് റോമാലേഖനം 9 ദൈവത്തിന് കരുണ തോന്നണം എന്ന് ഉള്ളവനോട് കരുണ തോന്നും. അൾട്ടിമേറ്റ്ലി ദൈവത്തിൻ്റെ സോവർണിറ്റി, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ഗ്രേസ്, അത് ഇതിനെല്ലാം മുകളിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്. ചോദ്യം ചെയ്യാതെ ദൈവത്തെ ചോദ്യം ചെയ്യാൻ വി ഹാവ് നോ റൈറ്റ് ടു ക്വസ്റ്റ്യൻ ഗോഡ് ബട്ട് ജസ്റ്റ് ഒബേ ഹിം. ദൈവം സ്ഥാപിച്ച, ദൈവത്തിൻ്റെ പുത്രൻ സ്ഥാപിച്ച സഭയിൽ നമ്മളായിരിക്കുക. ദൈവത്തിൻ്റെ പുത്രൻ സ്ഥാപിച്ച സഭ. അവിടെ മനുഷ്യർക്ക് കുറവുകൾ കാണും, ബലഹീനതകൾ കാണും, പരാജയങ്ങൾ കാണും, ഒക്കെ കാണും. പക്ഷേ ദൈവം അതിനൊന്നും കണക്കെടുക്കുന്നില്ല. കാരണം ദൈവം പറയാണ്, എനിക്ക് സൗകര്യമുള്ളത് ഞാൻ ചെയ്യും. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവരോട് എനിക്ക് കരുണ തോന്നും. അതിന് നീ കുറെ കൂടെ ബെറ്റർ ഓപ്ഷനും ബെറ്റർ ആളുകളെ ഒന്നും അവതരിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അവസാനം വരുമ്പോൾ കർത്താവായ യേശു ചോദിക്കും, നീയൊക്കെ ആരാ? ഭൂതം ചോദിച്ചു, നിങ്ങൾ ആരാന്ന്? ഇനി അവസാനം യേശു പറയും, ഞങ്ങൾ അത്ഭുതമൊക്കെ ചെയ്തു. ഓക്കെ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച ആ സഭയിലായിരുന്നു കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സഹായിക്കാം. ഈ താൽക്കാലിക കഷ്ടങ്ങളും പ്രയാസങ്ങളും വേഗം നീങ്ങിപ്പോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാൽ ദേശത്തിൻ്റെ ഗർഭനാശകത്വം, മനോഹരമായ പട്ടണമാണെങ്കിലും അതിലെ പമ്മിയിരുന്ന മരണം, അതിനെ മാറ്റിക്കളഞ്ഞ ഒരു പുതിയ തളികയിലെ ഉപ്പ് പോലെ കർത്താവ് ഈ നാളുകളിൽ നമ്മുടെ ലോകത്തോട് മനസ്സലിയുവാൻ, ഈ മഹാമാരിയിൽ നിന്ന് വലിയ വിടുതൽ നമുക്കുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. May God bless you. Thank you for watching. Thank you for listening. ഈശാനാഥ വരികതുണപ്പാൻ വിളികൂട്ടുന്നു, പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യണം. ഈശാനാഥ ഈറയനാഥ മാലാഖേശ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യണം. താതസുതാത്മാ ശോഭിപ്പിക്കൻ ഹൃദയത്തെ നീ നിൻ വാതിൽക്കൽ മുട്ടുന്നടി
ഉത്തരമേകാൻ ശോഭിപ്പിക്കൻ നയനങ്ങളെ നിൻ സത്യം കാൺമാൻ നിൻ ദയവിൽ ഞാൻ അഭയം ചേർന്നേൻ കാക്കണമെന്നെ യാചിപ്പോനാ എന്നിൽ ശുദ്ധ ഹൃദയം നൽക ജീവജ്ഞാനം നിന്നിറവിൽ നിന്നേകണമെന്നിൽ ആത്മീയമായുധമേകുക തുണയായി ദുഷ്ടനിധീരാ നിൻ നാമത്തിൽ മുദ്രിതരാക്കി കാക്കണമെന്നെ നിൻ ഭാഗ്യം ഞാൻ സ്നേഹിച്ചെത്തി നിൻ പിന്നാലെ ലജ്ജിക്കാഞ്ഞ നിന്റെ വലങ്കൈ മേവണമെന്നിൽ നിൻ വകഞ്ഞാനാ തീരുക മാത്രം എന്നുടെ ഇഷ്ടം നാഥാതാത കരുണാപരനെ വന്ദിപ്പേൻ ഞാൻ നിന്നിൽ നിന്നും ദയ പ്രാപിച്ചേ ലജ്ജിക്കാഞ്ഞ വാണിജതുല്യം എൻ ഹൃത്തേൽക്കും നിന്നിക്ഷേപം സദ്ഗ്രന്ഥം ഞാൻ വായിച്ചറിവിൽ വർദ്ധിക്കണമേ ജീവിപ്പിക്കി ദാസൻ ദാസി സുതരാമെന്നെ നിന്മേരക്തം പ്രാപിച്ചതിനാ ജീവൻ നൽക കോട്ടസമാനം നിൻ കുരിശനെ കാവൽ ചെയ്യുക പ്രാർത്ഥിച്ചൻ നിൻ വലതുകരത്തെ ചേർക്കണമെന്മേ നല്ലിടയാനിൻ അജഗണമധ്യേ കുഞ്ഞാടാക്ക ലോകപിതാവേ ജീവാധിപനിൻ നാമം സ്തുത്യം കാഴ്ച സമാനം സവിധേ പുകട്ടന്നർത്ഥനയും സർവം കേട്ടിട്ടഭ്യർത്ഥനയെ കൈക്കൊള്ളുവോനേ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യണം. May God bless you. Thank you.